എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നിലവിൽ 4 സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. അതിൽ ആദ്യത്തെ സിനിമ മെയ് മാസം 23 തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ ആക്ഷൻ മാസ് സിനിമയായ ടർബോ എന്ന സിനിമയാണ്. വൈശാഖിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച് മമ്മൂക്കയെ കേന്ദ്ര കഥാപാത്രമാക്കി മിഥുൻ മൽ തോമസിനെതിരെ കഥയിൽ മെയ് മാസം 23 തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ ആക്ഷൻ മാസ് സിനിമയാണല്ലോ ടർബോ. നിലവിൽ 9 ദിവസം കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന ടർബോ എന്ന സിനിമയുടെ കേരള കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ 8 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും 25,30,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ. 9ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 1,25,00,000 മുകളിൽ രൂപയാണ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ 9 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ടർബോ എന്ന സിനിമ 26,50,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ 9 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ 9 ദിവസങ്ങൾ കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 62 കോടിയിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ ഇന്നലെ തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ തമിഴിലെ ഏറ്റവും പുതിയ റൂറൽ ആക്ഷൻ മാസ് സിനിമയായ ഗരുഡൻ എന്ന സിനിമയാണ്. ഉണ്ണിമുകുന്ദൻ, സൂരി, ശശികുമാർ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഇന്നലെ തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ ഏറ്റവും പുതിയ തമിഴിലെ ആക്ഷൻ മാസ് സിനിമയായ ഗരുഡൻ എന്ന സിനിമയ്ക്ക് പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. നിലവിൽ കേരളത്തിലെ തിയേറ്ററുകളിൽ വലിയ സ്ക്രീനൊന്നും കിട്ടാതിരുന്ന ഗരുഡൻ എന്ന സിനിമയ്ക്ക് ചിത്രത്തിന്റെ തമിഴ്നാട് ബോക്സ് ഓഫീസ് ട്രാക്കിംഗ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ വൈകിട്ടോടെ ചിത്രത്തിന്റെ തമിഴ്നാട് ബോക്സ് ഓഫീസ് ട്രാക്കിംഗ് കളക്ഷൻ 50 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ ഗരുഡൻ എന്ന സിനിമ ആദ്യ ദിനം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് 1 കോടിക്ക് മുകളിൽ രൂപ ഗ്രോസ് കളക്ഷൻ നേടുന്നതാണ്. അതേസമയം ചിത്രത്തിന്റെ ആദ്യ ദിന വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം 2.5 കോടി 3 കോടി റേഞ്ചിലാണ് ചിത്രത്തിന്റെ ആദ്യ ദിന വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ മെയ് മാസം 24 തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണല്ലോ തലവൻ. ജിസ് ജോയുടെ സംവിധാനത്തിൽ ആസിഫ് അലി, ബിജുവനൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി തിയേറ്ററുകളിലേക്ക് റിലീസെത്തി പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയെടുത്ത സിനിമ നിലവിൽ 8 ദിവസം കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ്. നിലവിൽ ഈ അടുത്തിറങ്ങിയ സിനിമകളിൽ വെച്ച് തലവൻ എന്ന സിനിമയ്ക്ക് മികച്ചൊരു ഹോൾഡ് നിലനിർത്താൻ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും സാധിച്ചിരിക്കുകയാണ്. 8ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 75 ലക്ഷത്തിന് മുകളിൽ രൂപയാണ് ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ വന്നിരിക്കുന്നത്. അങ്ങനെ 8 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം 6 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം തലവൻ എന്ന സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 8 ദിവസങ്ങൾ കൊണ്ട് 10 കോടിയിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ മെയ് മാസം 16 തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ ഗുരുവായൂർ അമ്പലനടയിൽ. വിപിൻ ദാസിന്റെ സംവിധാനത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ, ബേസിൽ ജോസഫ്, അനശ്വര രാജ്, നിഖില വിമൽ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മെയ് മാസം 16 തിയേറ്ററുകളിലേക്ക് റിലീസെത്തി പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയെടുത്ത സിനിമ നിലവിൽ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും 16 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ 16 ദിവസമായി ഇന്നലത്തെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ 16 ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 1 കോടിക്ക് മുകളിൽ രൂപയാണ് ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ വന്നിരിക്കുന്നത്. അങ്ങനെ ഇന്നലത്തെ കളക്ഷനോടുകൂടി ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 16 ദിവസങ്ങൾ കൊണ്ട് 40 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഫിഗർ പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും ചിത്രം 16 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 80 കോടിയിലേക്ക് എത്തപ്പെട്ടു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യവും പരിഗണിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.